നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ ഇന്നത്തെ കഥയിൽ ഉദയഭാനു ഊണൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴത്തേനും ഗോമതി ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു ഉദയഭാനു സാറേ, കറികളൊക്കെ നല്ലതായിരുന്നു എന്ന് ചോദിച്ചു. ഉഗ്രനായിട്ടുണ്ട്, കുറെ നാളുകൾക്ക് ശേഷം ഇത്ര നല്ല കറികൾ കൂട്ടി ചോറുണ്ടെന്നേ പറഞ്ഞു. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, ആ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പൊ അങ്കിൾ ഇറങ്ങുമല്ലേ, ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. ഉദയഭാനു പോയിട്ട് വേണം അവർക്ക് പുറത്തു പോകാനായിട്ട്. ആ അത് കേട്ടപ്പോ സുഗന്യ പറഞ്ഞു, ഇപ്പൊ പോവാനോ? മീനാക്ഷി ചോദിച്ചു, അതെന്താ? ശ്രീദേവി പറഞ്ഞു, പോയിക്കോട്ടെ, അച്ഛൻ പോയിക്കോ, ടാക്സി ബുക്ക് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോഴേക്കും സുഗന്യ പറഞ്ഞു, അത് ശരിയാകത്തില്ല, ഇപ്പൊ ഊണ് കഴിച്ചല്ലേ ഉള്ളൂ, ഊണ് കഴിച്ച് പിന്നാലെ എങ്ങനെ പോന്നേ, ഒരു 10 മിനിറ്റ് അങ്ങോട്ട് റെസ്റ്റ് എടുക്കാതെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഉദയഭാനു പറഞ്ഞു, അത് ശരിയാ, അത് നല്ലൊരു കാര്യമാന്ന് പറഞ്ഞു. ശ്രീദേവി പറഞ്ഞു, വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല, ടാക്സി ബുക്ക് ചെയ്തോളാൻ പറഞ്ഞു. ഗോമതി പറഞ്ഞു, ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് പോയാൽ പോരേന്ന് ചോദിച്ചു. ഗോമതി പറഞ്ഞു അതിന്റെ ശരിയായിട്ടുള്ള കാര്യം എന്ന് ഉദയഭാനു പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് സമയം ഒന്ന് കിടന്നൊന്ന് മയങ്ങാം. അല്ല മോളെ, ഈ ബാലിന്റെ മുറി എവിടെയാ, ഞാൻ അവിടെ പോയി കിടന്നോളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രീദേവിക്ക് ദേഷ്യവും സങ്കടമായി. ശ്രീദേവി പറഞ്ഞു, അതെ, അച്ഛനിപ്പം ബാലിച്ചന്റെ മുറിയിലേക്ക് പോകണ്ട. എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഞങ്ങളുടെ മുറിയിലേക്ക് പോയി കിടന്നു, അവിടെ പോയി റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഉദയഭാനു പറഞ്ഞു, എങ്കിൽ ശരി, ഞാൻ അവിടെ പോയി കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം, അതിനുശേഷേ ചായ ആകുന്ന സമയത്ത് വിളിച്ചാൽ മതി, ഞാൻ അപ്പോഴേക്കും വന്നോളാന്ന് പറഞ്ഞു. ഉദയഭാനു അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം കോമതി രൂക്ഷമായിട്ട് നോക്കുവാണ്, മീനാക്ഷിയും മിത്രയൊക്കെ. കാരണം അവരുടെ പ്ലാനൊന്നും നടപ്പിലായില്ലല്ലോ. ആ സമയത്ത് ആഹാരം കഴിക്കാനായിട്ട് പോയിരിക്കുകയാണ് ബാലനും ആകാശും ആരിനും ഒക്കെ. വലിയ ഹോട്ടലിലാണ് കയറിയിരിക്കുന്നത്. അവിടെ കയറി കഴിഞ്ഞപ്പോഴത്തേനും ആകാശ് പറഞ്ഞു, അച്ഛാ ഈ ഹോട്ടലിൽ നല്ല റേറ്റ് ആവുമെന്ന് പറയും ഫുഡിനൊക്കെ. ആനന്ദ് പറഞ്ഞു, അതെ അച്ഛാ, നമുക്ക് ഇവിടെ കയറണ്ട, നമുക്ക് വേറൊരു ചെറിയ ഹോട്ടലിൽ പോകാന്ന് പറഞ്ഞു. അതൊന്നും വേണ്ട, ഇവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഈ സമയം വെയിറ്റർ വന്നിട്ട് എന്താ വേണ്ടേന്ന് ചോദിച്ചു. ബാലൻ പറഞ്ഞു, അതെ, എന്തൊക്കെയാ ഉള്ളതെന്ന് ചോദിച്ചു. കുറെ മെനു ഐറ്റംസ് ഒക്കെ പറയണം. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, എനിക്ക് 2 ചപ്പാത്തി മതി എന്ന് പറഞ്ഞു. ആരിനും പറഞ്ഞു, അതെ, എനിക്കും അത് മതി എന്ന് പറഞ്ഞു. എടാ, ഇത്ര വലിയ ഹോട്ടലിൽ കയറിയിട്ട് ചപ്പാത്തി കഴിക്കാനായിട്ടാ, വേറൊന്നും ഇല്ലെന്ന് ചോദിച്ചു. അപ്പൊ കുറച്ച് മെനു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആര്യം പറഞ്ഞു, അതൊന്നും വേണ്ട അച്ഛാന്ന് പറഞ്ഞു. അല്ല, കറി എന്താ ഉള്ളതെന്ന് ചോദിച്ചു. കുറെ കറികളുടെ പേര് പറഞ്ഞു. പിന്നെ സ്പെഷ്യലായിട്ട് ഇവിടെ ഒന്നും ഇല്ലെന്ന് ആരും ചോദിച്ചു. അല്ല, സ്പെഷ്യലായിട്ടൊന്നും ഇവിടെ ഇല്ലെന്ന് ബാലൻ ചോദിച്ചു. നിങ്ങളുടേതായ സ്പെഷ്യൽ സാധാരണ ഈ ഹോട്ടലിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോഴേക്കും മട്ടൻ ചാപ്സ്, ചിക്കൻ ചാപ്സ്, അങ്ങനെ കുറെ എണ്ണത്തിന് പേര് പറയണം. ബാലൻ പറഞ്ഞു, എല്ലാതെ കിട്ടും, ഓരോ പ്ലേറ്റും എടുത്തോളാൻ പറഞ്ഞു. ഒരു നിമിഷം ആരിനും ആകാശവും ഒക്കെ അന്തം വിട്ടിങ്ങനെ നോക്കുകയാണ്. ധർമ്മം പറഞ്ഞു, ശരി, കാര്യത്തിലൊരു തീരുമാനമായെന്ന് പറഞ്ഞു. ഈ സമയത്ത് ആകാശ് പറഞ്ഞു, അതെ, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്, അച്ഛനത് എന്ത് ഭാവിച്ചാന്ന് അറിയത്തില്ലോ. വെയിറ്റ് പറഞ്ഞു, ഒരു 10 മിനിറ്റ് താമസം ഉണ്ടെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അതിനുശേഷം കൊണ്ടുവന്നാൽ മതി എന്ന് ബാലൻ പറഞ്ഞു. അങ്ങനെ വെയിറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദനോട് ആകാശ് പറഞ്ഞു, ആനന്ദേട്ടാ, മിക്കവാറും നമ്മളെല്ലാവരും ഇവിടെ അരിയാട്ടാനായിട്ട് ഇരിക്കേണ്ട വരും, അതിനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ധർമ്മം പറഞ്ഞു, അത് ശരിയാ, ഒരു 10 മിനിറ്റ് താമസം വന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും കൂടെ ആഘോഷമായിട്ട് ഇവിടെ ഇരുന്ന് അരിയാട്ടി വിട്ടുപോകാം, കാരണം കൊടുക്കാൻ പണം കാണത്തില്ലോ, കുറെ പൈസയാകും എന്നൊക്കെ ഇങ്ങനെ പരസ്പരം അവര് കമന്റ് പറയണം. അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ബാലന്റെ ഈ മാറ്റം. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഉദയഭാനു ഒരുറക്കം എല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് വരുവാണ്. ഗോമതി ചായയും പഴംപൊരിയൊക്കെ കഴിക്കാൻ കൊടുത്തു. ഉദയഭാനു പറഞ്ഞു, ഗോമതി, ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ, എനിക്കിതൊന്നും ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു പറഞ്ഞു. ഇതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു പറഞ്ഞു. അങ്ങനെ ചായ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി ചോദിച്ചു, അച്ഛൻ ഇറങ്ങിയേക്കോ അല്ലേന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ മോളെ, അച്ഛൻ ഇറങ്ങിക്കോ, ഇനിയിപ്പോഴും നിൽക്കേണ്ട കാര്യമില്ല, പോയിക്കോളാൻ പറഞ്ഞു. ദേവാനു പറഞ്ഞു, ഇവിടം വരെ വന്നിട്ട് ബാലിനെ എങ്ങനെയൊന്നും വിളിക്കാതെ പോന്നേ, ഒരു കാര്യം ചെയ്യാം, ഞാൻ ബാലിനെ ഒന്ന് വിളിച്ച് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. എന്തിന്? അല്ല, ഇവിടം വരെ വന്നിട്ടേ ഞാൻ ഇവിടെ എത്തിയെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയണ്ടേ, ഒന്ന് വിളിക്കാന്ന് പറഞ്ഞു. അതൊക്കെ ഉദയഭാനുവിന്റെ നമ്പറുകളായിരുന്നു. അങ്ങനെ ഉദയഭാനു ഒടുവിൽ ബാലിനെ വിളിക്കണം. ആ സമയത്ത് ബാലൻ ചോദിച്ചു, എന്താ ഉദയഭാനു സാറേ? അതെ, ഞാൻ ബാലിന്റെ വീട്ടിൽ വരെ വന്നായിരുന്നു പറഞ്ഞു. എന്ത് ചെയ്യാനാ, ദുബായിലൊക്കെ യുദ്ധവും കാര്യങ്ങളൊക്കെ അല്ലേ, അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, ഫ്ലൈറ്റൊക്കെ മിസ്സാന്നേ, എന്ത് ചെയ്യാനാ, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്കൊന്ന് വന്നാ മോളെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇറങ്ങാനായിട്ട് തുടങ്ങുമെന്ന് പറഞ്ഞു. ആണോ, ഇറങ്ങാൻ തുടങ്ങണോ? അന്നെങ്കിൽ ഉദയഭാനു സാറ് ഇപ്പൊ ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. അയ്യോ, അതെന്താ ബാല? അല്ല, സാറിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇന്ന് അവിടെ ഒരു ദിവസം നിൽക്കുമെന്ന് ചോദിച്ചു. ബുദ്ധിമുട്ടോ? എനിക്കോ? രോഗി ഇച്ഛിച്ചും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞൊരു അവസ്ഥയായിപ്പോയി ഉദയഭാനുവിന്. ഉദയഭാനുവിന്റെ ആഗ്രഹം അത് തന്നെയായിരുന്നല്ലോ. ബാലൻ പറഞ്ഞു, ഞങ്ങളാരും ഇല്ലല്ലോ അവിടെ, അപ്പം അവിടെ ആരെങ്കിലും വേണ്ടേ? ഒരു കാര്യം ചെയ്യാം, ഉദയഭാനു സാർ ഇന്നവിടെ നിൽക്കുക, ധൃതിയില്ലെങ്കിൽ നാളെ പോയാൽ മതി എന്ന് പറഞ്ഞു. എനിക്കോ?
എനിക്കിപ്പോൾ എന്ത് ധൃതിയാ ഫലമുള്ളത്. യുദ്ധവും കാര്യങ്ങളും നടക്കുന്നതുകൊണ്ടേ ബിസിനസ്സും കാര്യങ്ങളും നോക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകേണ്ടി വരുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഫ്രീ ആണ്, ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. നല്ല കാര്യം ഉദയഭാനു സാറേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഉദയഭാനു പറഞ്ഞു, എന്നോട് ഇന്ന് ഇവിടെ നിൽക്കാനായിട്ടാ ബാലൻ പറഞ്ഞേ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ആരുമില്ലല്ലോ, അപ്പം നിങ്ങൾക്കൊരു കൂട്ടായിട്ട് നിൽക്കണമെന്ന്. അത് കേട്ടുകഴിഞ്ഞപ്പം ശ്രീദേവിയുടെ മുഖമൊക്കെ ഇങ്ങോട്ട് മാറി. ശ്രീദേവിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. ഇങ്ങനെ തനിക്കൊരു കളി കിട്ടുമെന്നുള്ള കാര്യം ശ്രീദേവി ഒരിക്കലും വിചാരിച്ചില്ല. എത്രയും പെട്ടെന്ന് തൻ്റെ അച്ഛനെ പറഞ്ഞു വിടണമെന്ന് കരുതിയതാ. പക്ഷെ അത് സാധിച്ചില്ലല്ലോ. മീനാക്ഷിക്കും മിത്രയ്ക്കും ഒക്കെ നല്ല ദേഷ്യമായിരുന്നു. തങ്ങളുടെ പ്ലാനെല്ലാം പൊളിഞ്ഞതിൻ്റെതായ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു. ആ സമയത്ത് ആകാശും ആര്യനും ധർമ്മനും ഒക്കെ ഇങ്ങനെ സംസാരിക്കണം മുറിയിലിരുന്ന്. ധർമ്മം പറഞ്ഞു, എന്നാൽ ഈ അളിയൻ ഇത് എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ലാത്ത. വലിയ സ്റ്റാർ ഹോട്ടലിലേക്ക് കൊണ്ടുവരുന്നു, റൂം എടുക്കുന്നു, പിന്നെ ഫുഡ് കഴിക്കേണ്ട വലിയ മുന്തിയ ഹോട്ടലിൽ പോന്നു, ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ മേടിച്ചു തരുന്നു. എത്ര രൂപ ബില്ലായി? ഫുഡിന് തന്നെ ഇന്ന് എത്ര രൂപയായി കാണും? എത്ര ആയിരങ്ങൾ? 10,000 7,000 രൂപയായില്ലേ എന്ന്. ആര്യം പറഞ്ഞു, അത് ശരിയാ, എന്നാലും അച്ഛനിത് എന്താ പറ്റിയെന്ന് മാത്രം അറിയത്തില്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകാശ് പറഞ്ഞു, അതാ എനിക്ക് മനസ്സിലാത്ത. ഇനിയിപ്പോൾ വല്ല ലോട്ടറി അടിച്ചോ അതോ അച്ഛൻ്റെ കിളി പോയതാണോ? അച്ഛൻ എന്തോ കിളി പോയെന്ന് തോന്നേ, അച്ഛൻ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആര്യം പറഞ്ഞു, എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. ആ സമയത്താണ് ആനന്ദ കാര്യം പറയണേ, നിങ്ങൾ ഉദ്ദേശിച്ച പോലെയൊന്നും അല്ല കാര്യങ്ങൾ. എന്താ കിളി പോയതൊന്നും അല്ല എന്ന് പറഞ്ഞു. പിന്നെയോ? അങ്ങനെ കിളി പോയിട്ടൊന്നുമില്ല അച്ഛൻ്റെ കിളി പോയതല്ല. അച്ഛൻ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്താന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ധർമ്മം പറഞ്ഞു, അതെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്താ, പക്ഷേ എങ്കില് അളയൻ വന്നോട് കൂടിയിട്ടുള്ള സന്തോഷം എല്ലാം പോയില്ലേന്ന് ചോദിച്ചു. ആനന്ദ് പറഞ്ഞു, ആര് പറഞ്ഞു പോയെന്ന്? ശരിക്കും പറഞ്ഞാൽ കാറിൽ കയറുന്ന സമയം തൊട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ്റെ പാട്ടും കാര്യങ്ങളും ചിരിയടക്കാൻ ഞാൻ പാടുപെടുമായിരുന്നു. ഇവിടെ വന്നിട്ടാണെങ്കിലും അച്ഛൻ്റെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും. അത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു, അത് ശരിയാ, ആ പുഴയെ കുളിക്കണമെന്ന് പറഞ്ഞ് അച്ഛൻ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അച്ഛൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി നമ്മൾ കിടന്ന് പെടാപ്പാട് വിട്ടെന്ന് പറഞ്ഞു. ആനന്ദ് പറഞ്ഞു, അതാ പറഞ്ഞത്, അതൊക്കെ ഞാൻ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അച്ഛന് എന്നെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്തേ, ഞാനത് ശരിക്കും ആസ്വദിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ആര്യ പറഞ്ഞു, ആഹാ അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അച്ഛന് തിരിച്ചു ഒരു സന്തോഷം കൊടുക്കണ്ടേ? നാളെ വിഷു അല്ലേ, അപ്പം വിഷുവിന് അച്ഛനൊരു സർപ്രൈസ് കൊടുക്കണ്ടേന്ന് ചോദിച്ചു. ധർമ്മം പറഞ്ഞു, കൊടുക്കണം. അപ്പം എന്ത് ചെയ്യണം, എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു. ഒരു കാണിച്ച നമുക്കൊരു കണി ഒരുക്കിയാലോ അച്ഛനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അന്ന് എത്രയും പെട്ടെന്ന് എന്നെ കണി ഒരുക്കാന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, അവര് ഒരു കണിയൊക്കെ ചെറിയ തോതിൽ അവിടെ ഒരു കണി ഒരുക്കുവാണ്. അതിന്റെ സാധനങ്ങളെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കണിയൊക്കെ ഒരുക്കി സെറ്റ് ചെയ്തു. അപ്പോഴേക്കും റൂം ബോയ് വന്നിട്ട് പറഞ്ഞു, അതെ ആധാർ കാർഡ് എന്ന് പറഞ്ഞു. ആധാർ കാർഡോ? അതെ ആ സാറിന്റെ. ഓ അളിയന്റെ ആധാർ കാർഡാ. അങ്ങനെ ധർമ്മന്റെ കയ്യിൽ ആധാർ കാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ധർമ്മൻ പെട്ടെന്ന് എന്ത് ചെയ്തു, ഇത് കയ്യോടെ കൊണ്ട് അളിയന് കൊടുത്തിട്ട് വരാം, അല്ലെ ഇവിടെ വെച്ചങ്ങനെ മറന്നു പോയാലോ എന്ന് കരുതിയിട്ട് ബാലിന് കൊടുക്കാനായിട്ട് മുറിയിലേക്ക് വന്നു. അപ്പൊ ബാലൻ കുളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇതേ അടിയാ, അളിയന്റെ ആധാർ കിട്ടിയിട്ടുണ്ട്, ഞാൻ ഈ ടേബിളിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ശരി ശരി വെച്ചിട്ട് പോയിക്കോളാൻ പറഞ്ഞു. അപ്പോഴാണ് അവിടെ ബാഗ് ഇരിക്കുന്നതേ. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് സമയം വന്നപ്പോൾ തൊട്ട് ബാലിനാ ബാഗിൽ നിന്ന് കൈ വിട്ടിട്ടുണ്ടായിരുന്നില്ല. ആരുടെ കൈ ബാഗ് പിടിക്കാൻ പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ധർമ്മനോർത്ത് ഈ ബാഗിനകത്ത് എന്തായിരിക്കും, ഒന്ന് നോക്കിയിട്ട് തന്നെ കാര്യം. അങ്ങനെ കരുതിയിട്ട് ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ ഒരു കുപ്പി ഇരിക്കുന്നു, ചില്ലുകുപ്പി. ഈ ചില്ലുകുപ്പിക്കകത്ത് എന്താ, ചില്ലുകുപ്പിക്കകത്ത് വെള്ളം കൊണ്ട് വന്നിട്ടാണോ അളിയൻ ഇത്ര കാര്യമായിട്ട് കൊണ്ടുവരുന്നേ എന്നൊക്കെ ഓർത്തുകൊണ്ട് പതുക്കെ ആ ഒരു കോർക്ക് വെച്ച് അടച്ചിട്ടുണ്ടായിരുന്നു. ആ കോർക്കങ്ങ് തുറക്കുവാണ്. കോർക്ക് തുറന്നു കഴിഞ്ഞപ്പോൾ നല്ല വാറ്റിയാരത്തിന് മണം വന്നു. കശുമാങ്ങയിട്ട് വാറ്റിയതിൻ്റെ മണം. ആ കശുമാങ്ങയിട്ട് വാറ്റിയത്. ഓഹോ, അപ്പം അളിയൻ ഈ പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ അളിയൻ തന്നെ ഇപ്പൊ കുടിക്കണ്ട. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഒരു വെള്ളക്കുപ്പി ഇരിപ്പുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളം മൊത്തം കുടിച്ചിട്ട് ആ കുപ്പിക്കകത്തേക്ക് കുറച്ച് ഊറ്റി പിന്നെ വേറൊരു ബോട്ടിലിനകത്തുനിന്ന് ആ കുപ്പി നിറച്ചു വെക്കുകയാണ്. അളിയന് ഒരു കാരണവശാലും സംശയം തോന്നരുത് എന്ന് കരുതിയിട്ട് ധാർമ്മൻ അതുമായിട്ട് നേരെ മുറിയിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് ഉദയഭാനു കിടക്കണമല്ലോ വൈകുന്നേരം. ഉദയഭാന്റെ ആഗ്രഹം ബാലിന്റെ മുറിയിൽ കിടക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ താൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കുള്ളൂ. 10 ലക്ഷം രൂപ ബാലിന് കൊടുത്തിരിക്കുന്നത്, അതിന് സ്വർണം മേടിക്കോ ബാലൻ ചെയ്തേ. ആ സ്വർണം എവിടെ വെച്ചിരിക്കുന്ന അറിയത്തില്ല. ആ സ്വർണം അടിച്ചു മാറ്റണം എന്നൊരു ചിന്തയായിരുന്നു ഉദയഭാനിന്റെ മനസ്സിൽ. ഈ സമയത്ത് ഗോമതിയെ ചീത്ത പറയാണ് മീനാക്ഷിയും ഇത്രയും കൂടെ ചേർന്നിട്ട്. അമ്മ ഒറ്റയൊരുത്തിയ എല്ലാത്തിനും കാരണമെന്ന് മീനാക്ഷി പറഞ്ഞു. എന്ത്? അല്ല ഉദയഭാനു അങ്ങനെ പറഞ്ഞു വിടുമായിരുന്നെങ്കിൽ ഇന്ന് ശ്രീദേവിച്ചിനെ നമുക്ക് സന്തോഷിപ്പിക്കായിരുന്നല്ലോ, നമുക്ക് എല്ലാവർക്കും പുറത്തുപോയി അടിച്ചു പൊളിക്കാൻ പാടില്ലായിരുന്നു എന്ന് ചോദിച്ചു.
അല്ല അതിന് ഞാനിപ്പോൾ എന്ത് ചെയ്തു? ഞാനാണോ എന്തേലും ചെയ്തേ? സുകന്യല്ലേ പറഞ്ഞിരുന്നു കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി, റെസ്റ്റ് എടുത്തിട്ട് പോയാൽ മതിയെന്ന്. പിന്നെ അമ്മ എന്തിനാ സപ്പോർട്ട് ചെയ്തേ? അമ്മയല്ലേ പറഞ്ഞ് 2 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് പോയാൽ മതി എന്നൊക്കെ. അത് പിന്നെ മോളെ, വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ അങ്ങനെയല്ലോ നമ്മൾ പെരുമാറേണ്ടതെന്ന് പറഞ്ഞു. ആ സമയം ശ്രീദേവി ഇങ്ങോട്ട് വന്നു. ശ്രീദേവി കണ്ടുകഴിഞ്ഞപ്പോൾ മീനാക്ഷി പറഞ്ഞു, ശ്രീദേവി ചേച്ചി സോറി കേട്ടോ, ദേവി ചേച്ചിനെ പുറത്ത് കൊണ്ടുപോകണം, സന്തോഷിപ്പിക്കണം എന്നൊക്കെ ഞങ്ങൾ കരുതിയതാ. പക്ഷെ അതൊന്നും നടന്നില്ല. സാരമില്ല, നമുക്ക് നാളെ പോകാമെന്ന് പറഞ്ഞു. ശ്രീദേവി പറഞ്ഞു, അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. കോമതി പറഞ്ഞു, മോളെ അച്ഛൻ ഉറങ്ങണ്ടേ മോളുടെ? ഉദയഭാനു സാറിന് ഒരു കാര്യം ചെയ്യാം, മാരേട്ടനെ മുറി കൊടുക്കാന്ന് പറഞ്ഞു. വേണ്ട വേണ്ട, ആ മുറി ഒന്നും കൊടുക്കണ്ടെന്ന് ശ്രീദേവി തറപ്പിച്ച് പറയണം. അപ്പോഴേക്കും ബാക്കിയുള്ളവരെല്ലാം അന്താടിപ്പോട് കൂടി ശ്രീദേവിയെ നോക്കുകയാണ്, കാര്യം എന്താണെന്ന് അറിയില്ലാതെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.